ഉച്ചക്കത്തേക്ക് കുറച്ച് കക്കിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞ് മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ച കക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ചില സീ ഫുഡ് എന്നല്ല, ചില സാധനങ്ങൾ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്വാദായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കക്കയും മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ചുവന്നുള്ളിയാണ് ഇതിനേക്ക് ടേസ്റ്റ് കൂടുതൽ തരുന്നത്. ഇന്ന് എനിക്കൊരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ സവാളയാണ് ആഡ് ചെയ്തേക്കണേ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കക്ക വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലർക്കിത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതാണ് ഇഷ്ടം, പക്ഷേ എനിക്കിങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്നൊരു ഫോമാട്ടോ ഇഷ്ടം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്ക വലത്തിയത് റെഡി ആയിട്ടുണ്ട്.